നിർമ്മല കോളേജ് മൂവാറ്റുപുഴ കുറച്ച് ദിവസമായിട്ട് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഈ നിർമ്മല കോളേജ് എന്നുള്ളത്. നിങ്ങൾ കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും വിഷയം എന്താണെന്ന്. കുറെ പേര് അറിയാത്തവർ കാണും. അപ്പം അറിയാത്തവർക്കും അറിയുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനും ഞാൻ എന്റെ ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ പറയുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നിർമ്മല കോളേജിന്റെ എൻട്രൻസ് അവിടെ കണ്ടല്ലോ, ഒരു ബോർഡ് ഉണ്ട്. അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളതാണ് ഒരു മുസ്ലിം പള്ളി. അപ്പൊ ഈ കോളേജിന്റെ എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. നിങ്ങൾ എല്ലാവരും ആദ്യമേ അതൊന്ന് മനസ്സിലാക്കണം. അതിനാണ് ഫസ്റ്റ് ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് തന്നെ ഞാൻ സംസാരിക്കാന്ന് വിചാരിച്ചത്. ഇത് കൂടാതെ ആ ഒരു പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു മുറിയുണ്ട്, അവർക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എന്താണ് ഈ നിർമ്മല കോളേജിൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നം എന്നുള്ളതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആദ്യമേ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്താ മാധ്യമത്തിൽ ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. എന്നിട്ട് ഇന്ന് ഇതിനെ പറ്റി വന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റഡ് ന്യൂസും ഞാൻ കാണിച്ചു തരാം. ആദ്യമേ ഫസ്റ്റ് വന്ന ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാം, കണ്ടു. കോളേജ് ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് കോളേജ് പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവെച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പ്രിൻസിപ്പാളിനെയാണ് ഇന്നലെ വിദ്യാർത്ഥികൾ തടഞ്ഞുവെച്ചത്. വിഷയത്തിൽ തിങ്കളാഴ്ച മറുപടി അറിയിക്കാമെന്ന് വ്യക്തമാക്കിയതോടെയാണ് പ്രിൻസിപ്പാളിനെ വിദ്യാർത്ഥികൾ മോചിപ്പിച്ചത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, ഇത്തരത്തിലുള്ള മതപരമായ പ്രാക്ടീസുകൾ ക്ലാസ് മുറികളിൽ അനുവദിക്കുന്നത് നിയമപരമായി ശരിയായിട്ടുള്ള കാര്യമാണോ? മറ്റു വിശദാംശങ്ങളും കൂടി. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ നിർമ്മല കോളേജ് എന്നത് കോതമംഗലം അതിരൂപതയുടെ കീഴിൽ വരുന്ന ഒരു ഓട്ടോണോമസ് കോളേജാണ്. ഈ കോളേജിലാണ് ഇന്നലെ ഏതാനും ചില വിദ്യാർത്ഥികൾ ക്ലാസ് മുറിക്കുള്ളിൽ തന്നെ നിസ്കരിക്കുന്നതായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഇത് അധ്യാപകൻ ചോദ്യം ചെയ്യുകയും ഇത്തരം നടപടികൾ ശരിയല്ല എന്നുള്ളൊരു കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഏതാനും ചില വിദ്യാർത്ഥികൾ സംഘടിച്ച് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് എത്തുകയും പിന്നീട് അതിനു മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പ്രിൻസിപ്പലിനെ മുറിക്കുള്ളിൽ തടഞ്ഞു വെക്കുകയും ചെയ്തതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. MSF ഒപ്പം തന്നെ SFIയുടെയും ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചതിന് പിന്നിൽ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ സംഗതി ഇങ്ങനെയാണ്. ആ ഒരു കോളേജില് കുറച്ച് മുസ്ലിം കുട്ടികൾ അവരുടെ ക്ലാസ് റൂമിൽ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് ഒരു സ്റ്റാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കുട്ടികൾ എല്ലാവരും കൂടെ നേരെ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോകുന്നു, ഒച്ചയും ബഹളവും ആവുന്നു, പ്രിൻസിപ്പലിനെ റൂമിൽ പൂട്ടിയിടുന്നു. ഇത്രയും വരെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇതിനകത്ത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയുകയാണെങ്കിൽ, കുട്ടികൾ എവിടെയാന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചോട്ടെ. അതിനകത്ത് ഒരിക്കലും ഒരു സാറ് വന്നിട്ട് ക്ലാസ് റൂമിൽ പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല. കാരണം കുട്ടികൾക്ക് അവിടെയാണ്, ഇപ്പം മഴയൊക്കെയാണ്, അപ്പൊ കുട്ടികൾക്ക് പുറത്തിറങ്ങിപ്പോയി ചിലപ്പോൾ ഈ ഒരു പള്ളിയിൽ പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരവിടെ പ്രാർത്ഥിച്ചോട്ടെ. അതിനകത്ത് വലിയ തെറ്റുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല, എനിക്ക് തോന്നിയിട്ടില്ല. അത് അവർ പ്രാർത്ഥിച്ചോട്ടെ. അത് ക്ലാസ് നടക്കുന്ന സമയത്തല്ലല്ലോ, ചിലപ്പോൾ ഈ ലഞ്ച് ബ്രേക്കിനൊക്കെ ആയിരിക്കുമല്ലോ. പ്രാർത്ഥിച്ചോട്ടെ. ക്ലാസ് ടൈമിലാണെങ്കിൽ അത് പറ്റില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ഒരു മാന്യതയുണ്ട്. അല്ലാതെ കുട്ടികൾ ക്ലാസ് റൂമിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ ആ ഒരു കാര്യത്തിൽ എന്റെ പെർസ്പെക്റ്റീവ്, ഞാൻ അവരുടെ കൂടെ തന്നെയാണ്. ആ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. കുട്ടികൾക്ക് അവിടെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോട്ടെ. ബാക്കി എന്തായാലും ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കോളേജിന് സമീപത്തായിട്ട് മറ്റൊരു മുസ്ലിം പള്ളിയുള്ളതാണ്. ഇവിടെ പോയി നിസ്കരിക്കാൻ മറ്റുമായിട്ടുള്ള അനുമതിയും നൽകിയിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ ചില വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ഇവർക്ക് കോളേജിനുള്ളിൽ തന്നെ നിസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജാണ്. സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനത്തിനുള്ളിൽ, വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ ഇത്തരത്തിലൊരു സാഹചര്യം കുട്ടികൾ ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യം, അതായത് ആ ഒരു കോളേജിനകത്ത് അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം കൊടുക്കണം, സെപ്പറേറ്റ് ഒരു സ്ഥലം കൊടുക്കണം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദു കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു അമ്പലവും കൂടെ ആ കോളേജിനകത്ത് അങ്ങ് വെച്ചു കൊടുക്ക് എന്ന് ഞാൻ പറയും. ഓക്കെ, അതിന്റെ ആവശ്യമുണ്ടെന്ന് സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെയ്തു തരണം. അതിനകത്ത് എന്താണ് അതിരിക്കുന്നത്? പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ റോഡിന്റെ ആ സൈഡിൽ തന്നെ കോളേജിന്റെ ആ എൻട്രൻസിന്റെ തൊട്ടിപ്പുറം ഒരു പള്ളിയുണ്ട്. മക്കളെ, ഞാനും ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊക്കെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ. പള്ളിയിൽ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വരുന്നത്. ഞാൻ ഒരു ദേവസ്വം ബോർഡ് സ്കൂളിലാണ് പഠിച്ചത്. കുട്ടികൾ പുറത്ത് പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുന്നവരുണ്ട്. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ വയ്യാഴികയുള്ള കുട്ടികൾ കാണും. അവരെ ആ കോളേജിനകത്ത് അവരുടെ ക്ലാസ് റൂമിൽ നിസ്കരിക്കട്ടെ. തെറ്റാണോ അതിന്?
അതൊരിക്കലും ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു റൂം വേണം പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്നതിനോട് എനിക്ക് ഒരിക്കലും എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല. എനിക്കുമുണ്ട് സുഹൃത്തുക്കൾ മുസ്ലിങ്ങൾ, എനിക്കിപ്പോ വേണമെങ്കിൽ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ അടുത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ സ്ഥിരം കോൺടാക്ട് ചെയ്യുന്ന 2 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ ക്രിസ്ത്യാനിയും ഒരാൾ മുസ്ലിമോ. ഞങ്ങൾ ഈ മതം നീ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചിട്ടല്ല ഞാൻ എന്റെ കൂട്ടുകാരനോട് മിണ്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ടല്ല ഞാൻ മിണ്ടാൻ പോകുന്നത്. നമ്മളത് നോക്കുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാനിപ്പം കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് വിചാരിക്കുക. ഞാൻ അവിടെ ഇരുന്ന് ദൈവമേ എന്ന് വിളിക്കുന്നത് തെറ്റുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഉള്ള അവർക്ക് ആ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അവർ പ്രാർത്ഥിക്കട്ടെ. 10-15 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിനകത്ത് പിന്നെ തെറ്റുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, അതിനകത്ത് എനിക്ക് തെറ്റ് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് സെപ്പറേറ്റ് റൂം വേണം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിനകത്ത് പുറകിലുള്ള ആരുടെയൊക്കെയോ കളികളുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ. അത് ചിലപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, ആ ഒരു പിള്ളേർ കൂട്ടിയിട്ടപ്പോഴത്തേക്ക് പുറകെ കൊടിയും പിടിച്ചു വന്ന കുറച്ച് SFIക്കാരും MSFകാരും, ഞാൻ ഒരാളെയും ഒരു പാർട്ടിയെ ഞാനിവിടെ പ്രത്യേകിച്ച് എടുത്ത് മറ്റേ കുത്താനൊന്നും വരുന്നില്ല. പക്ഷേ MSFിലെ കുറച്ച് ചേട്ടന്മാർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അവരെല്ലാവരും കൈ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പിള്ളേരോട്. കുട്ടികൾ കോളേജിനകത്ത് ഇവന്മാരുടെ രാഷ്ട്രീയം അത് അവിടെ തീരട്ടെ, അതിനകത്തൊന്ന് പുറത്തുനിന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിനെ സപ്പോർട്ട് കൊടുക്കണ്ട. അങ്ങനെ സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് ഈ മതപരമായി നടക്കുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് മറ്റേ കൂട്ടിക്കുഴച്ച് മറ്റൊരു കളിയുണ്ടല്ലോ, ആ ഒരു കളിക്ക് കുട്ടികൾ നിന്ന് കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ ചൂഷണം ചെയ്യും. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ബാക്കി ഇനി പാരന്റ്സിനോട് പറയാനുണ്ട്, അത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. കാരണം ഇപ്പൊ ഈ നടക്കുന്ന ഒരിക്കലും കുട്ടികൾ ഈ പറയുന്ന ഇറങ്ങുന്നതിനകത്ത് നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അത് ഞാൻ വേറൊരു ന്യൂസ് ഇപ്പൊ കുറച്ചു മുന്നേ ഏഷ്യാൻ ന്യൂസിലൊക്കെ ഒരു വാർത്ത ഞാൻ വന്നു, അത് ഞാൻ വെക്കുന്നില്ല, നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മതപണ്ഡിതന്മാര് വരെ പറയുന്നുണ്ട് കുട്ടികളുടെ ഭാഗത്താണ് തെറ്റെന്ന്. കാരണം ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾക്ക് സെപ്പറേറ്റ് എന്തിനാണ്? അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ? നിങ്ങൾക്ക് അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ? മതപരമായി ഇതങ്ങ് പോകും. ചെറിയൊരു പരിപാടിയായിട്ട് നിക്കത്തില്ലത്. ബാക്കി അത് മറ്റു കോളേജുകളിലേക്ക് കൂടി പടരാൻ സാധ്യതയുണ്ട്. ഒരു തെറ്റായ സന്ദേശം തന്നെ ആയിരിക്കും നൽകുക എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഏതായാലും ഇപ്പോൾ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ഈ അധ്യാപകനെ പ്രിൻസിപ്പലിനെ ഇങ്ങനെ തടഞ്ഞു വെച്ച ഒരു സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താം എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോളേജ് അധികൃതർ അറിയിച്ചത്. അപ്പോൾ തിങ്കളാഴ്ച അവര് എല്ലാം കൂടി ആലോചിച്ചിട്ട് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം പറയുമെന്ന് പറഞ്ഞു. അത് അവർ പറഞ്ഞിട്ടുകൊണ്ട് നടക്കുന്ന കേസല്ല. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അവരിപ്പോ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ അന്നത്തെ ഈ ഒരു ന്യൂസിൽ ആ ഒരു റിപ്പോർട്ടർ പറയുന്നത് തന്നെ എനിക്കും പറയാനുള്ളത്, അങ്ങനെ ഒരു കോളേജിൽ നിർമ്മല കോളേജിൽ ഇങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാത്രമായിട്ട് റൂം തന്നു കഴിഞ്ഞാൽ അത് ചെറിയ പ്രശ്നമായി മാറത്തില്ല. ഓരോ കോളേജിലും വേണമെന്ന് പറയും. ഓരോ കോളേജിലും കൊടുത്തു, എല്ലാ മുസ്ലിം കുട്ടികൾക്കും നിസ്കരിക്കാനായി സെപ്പറേറ്റ് റൂം കൊടുത്തു വെച്ചോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹിന്ദുമതക്കാർ ഇവിടെ വരും. അവർക്ക് അമ്പലം കെട്ടി കൊടുക്കണമെന്ന് പറയും കോളേജിനകത്ത്. അമ്പലം കെട്ടി കൊടുക്കാൻ പറ്റുമോ എല്ലാ കോളേജിനകത്തും? പറ്റുമോ? രാവിലെ വൈകുന്നേരം അവർക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതിനെ കോളേജിൽ നിന്ന് വിളിക്കാൻ പറ്റത്തില്ല മക്കളെ. കോളേജിൽ പഠിക്കാനല്ല പോകുന്നത്, അവിടെ പഠിക്കാൻ പോകും. അവിടെ നിങ്ങൾ മതം കുത്തി കയറ്റില്ല. രാഷ്ട്രീയം ഓൾറെഡി ഉണ്ട്. ഈ മതവും കൂടെ വലിച്ച് അതിനകത്തോട്ട് ഇടാതെ ഇച്ചിരി ഇപ്പോഴത്തെ യുവതലമുറയല്ലേ നിങ്ങൾക്കൊരു ബോധം വേണ്ടേ? അതോ നിങ്ങളെ പുറകിൽ എനിക്കിങ്ങനെ തോന്നുന്നു, പുറകിൽ നിന്ന് ആരോ മറ്റേ ഇളക്കി വിടുന്നുണ്ട് കുട്ടികളെ. ദൈവത്തെ ഓർത്ത് നിങ്ങൾക്കൊരു യുക്തിയില്ലേ? അതിനനുസരിച്ച് നിൽക്ക്. ആരെങ്കിലും ഇപ്പം നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനമാണ് അതെങ്കിലും, അല്ലെങ്കിൽ പുറകിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ദൈവത്തെ ഓർത്ത് ഇങ്ങനെ നിൽക്കാതെ പഠിക്കാനാണ് പോകുന്നത്. വെള്ളിയാഴ്ചകളിൽ അവിടെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, അവിടെ പോയി നിസ്കരിക്ക്. ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ക്ലാസ്സിൽ, ഞാൻ ആദ്യത്തെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും കുട്ടികളുടെ കൂടെയാണ്. അവർക്ക് പോകാൻ ഇപ്പൊ 1-2 കുട്ടികൾക്ക് ഇപ്പൊ വയ്യാതെ, അവർക്ക് പോകാൻ വയ്യ, അവർക്ക് അവിടെ നിസ്കരിക്കണം, അവരവിടെ നിസ്കരിച്ചോട്ടെ. അതിന് നിങ്ങളൊരു അനുമതി കൊടുത്താൽ മതി. അല്ല സെപ്പറേറ്റ് റൂമും കാര്യമൊന്നും കൊടുക്കണ്ട. ഞാൻ ഒരിക്കലും അത് പറയത്തില്ല. ഇനിയും ഇന്ന് MSFിലെ ഒരു നേതാവുമായിട്ട് എനിക്ക് തോന്നുന്നു ഏഷ്യാൻ ന്യൂസ് ഏതൊരു ന്യൂസ് 24 ന്യൂസ് 19 കേരളം അല്ലെ, ന്യൂസ് 18 കേരളം, അതിനകത്ത് വന്നൊരു ക്ലിപ്പ് ഞാനിവിടെ വെക്കാം. അത് MSFിന്റെ ഒരു നേതാവുമായിട്ട് ആ റിപ്പോർട്ടർ സംസാരിക്കുന്നതാണ്. അതിനകത്ത് ആ MSF നേതാവ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ കണ്ടോ.
എന്ന് പറയുന്നത്? MSFനെ സംബന്ധിച്ചിടത്തോളം MSF അങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുകയോ അങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുകയോ MSFയുടെ അടയാളങ്ങൾ ആ സമരത്തിൽ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ചാനലുകൾ എന്തിനാണ് അനാവശ്യമായി ഈ സമരത്തെ മറ്റേതെങ്കിലും സംഘടനയുടെ പേരിൽ നിങ്ങൾ ആ ഒരു ഇങ്ങനത്തെ ഒരു ആവശ്യത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണോ MSF? ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുകയോ ഒരു സമരം നടത്തുകയോ ആ സമരത്തിന് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അടയാളങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ സമരം വിദ്യാർത്ഥികളോട് സംസാരിക്കണം. MSFന്റെ ലേബലിൽ ഒരു സമരം അവിടെ നടന്നിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ചാനലുകൾ അന്ധമായി കണ്ണടച്ചു പിടിച്ച് മറ്റു സംഘടനയുടെ പേരിൽ കെട്ടിവെക്കുകയാണ്. SFI ഇന്നലെ പ്രസ്താവന ഇറക്കി അവർക്ക് അവരാ സമരത്തിന് നേതൃത്വം കൊടുത്തില്ല. അതിനേക്കാൾ അരമണിക്കൂർ മുമ്പ് MSFന്റെ പ്രസ്താവന വന്നിരുന്നു. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും താല്പര്യമൊന്നുമല്ല നവാസ്, അങ്ങനെ പറയരുത്. താല്പര്യമല്ല. അപ്പോൾ നിങ്ങൾ മറുപടി പറയാം. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം MSF എന്ന സംഘടനയ്ക്ക് ഇല്ല എന്ന് താങ്കൾ വ്യക്തമാക്കുകയാണ്. MSF എന്ന് പറയുന്ന സംഘടന അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. നിങ്ങൾ ഈ PC ജോർജിനെയും സുരേന്ദ്രനെയും പോലെ ആളുകൾക്ക് പറയാൻ അവസരം കൊടുക്കുകയും അതിന് സ്ക്രീൻ സമയം കൊടുക്കുകയും അതുകൊണ്ടാണ് താങ്കളെ വിളിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളത് കാണാതെ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ തൊട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്നും നിങ്ങളുടെ ചോദ്യം എന്താണ്, നിങ്ങൾ എന്താ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ചോദ്യം തന്നെ അസ്ഥാനത്താണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമരമില്ല, ഞങ്ങൾ അങ്ങനെ സമരം നടത്തിയിട്ടില്ല, ഞങ്ങളുടെ കൊടിയോ അടയാളങ്ങളോ ആ സമരത്തിലില്ല. MSFന്റെ ഏതെങ്കിലും ഒരു ഘടകം ആ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. യൂണിറ്റ് MSFന്റെ ഘടകം ആ സമരത്തിൽ ഞങ്ങളില്ല, അത് വ്യാജമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ MSF ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, സംസ്ഥാന MSF ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് പ്രസക്തി, ഈ പൊതുസമൂഹത്തിന്റെ വലിയ ഒരു എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്, വലിയൊരു പിന്തുണ ഈ കോളേജിന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത്തരമൊരു ആവശ്യം തന്നെ അനാവശ്യമാണ് എന്ന തരത്തിലേക്കല്ലേ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ അവകാശം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ സമരത്തിന് മുമ്പിലുണ്ടാവും. ഞങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ ഞങ്ങളെ സമരത്തിൽ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ സമരത്തിൽ പങ്കില്ല, ഞങ്ങളെ സമരം നടത്തിയിട്ടില്ല, സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. അതായത് ഇത്തരം ആവശ്യങ്ങൾ, അതായത് ഇപ്പോൾ അവിടെ കോളേജ് അധികൃതർ പറയുന്ന അവിടെ ഹോസ്റ്റലിൽ ഇതിനുള്ള സൗകര്യമുണ്ട്, അടുത്തൊരു മസ്ജിദ് ഉണ്ട്, അവിടെയും നിസ്കരിക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് വരുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം നിർബന്ധമാണ്. നമസ്കാരം സൗകര്യം ഉണ്ടെങ്കിൽ ആ സൗകര്യം ഉപയോഗപ്പെടുത്താം. അതല്ല, നമസ്കരിക്കാൻ സൗകര്യമില്ലെങ്കിൽ വിശ്വാസപരമായി അയാൾക്ക് ആ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങളും മതത്തിനകത്ത് വിശ്വാസപരമായി ചെയ്യാനുണ്ട്. അല്ലാതെ ഇത് സമരം ചെയ്ത് എനിക്ക് അവിടെ തന്നെ നിസ്കരിക്കാമെന്ന് പറയേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളത് ആ സ്ഥാപനവും സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അവിടുത്തെ അധികാരികളും അവിടുത്തെ സാഹചര്യമാണ് വിശദീകരിക്കേണ്ടത്. കേട്ടല്ലോ, ആ കുട്ടികളെ അവരെ വിളിച്ച് ചോദിക്കുക, അത് മാതാപിതാക്കള് ചോദിക്കുക, മക്കളെ നിങ്ങളെ പുറകിൽ നിന്ന് ആരെങ്കിലും കുത്തിയിറക്കി വിട്ടിട്ടാണോ ഈ പ്രശ്നം നിങ്ങളിപ്പോ തുടങ്ങിയത്? സത്യം പറഞ്ഞാൽ അതാണ് വേണ്ടത്. മാതാപിതാക്കൾ ചോദിക്കുക, നിർമ്മല കോളേജിൽ പഠിക്കുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയ കുട്ടികളുടെ വീട്ടുകാർ ചോദിക്കുക അവരോട്, എന്തിന്റെ സോക്കേടാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കണം. എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആ കുട്ടികളെ. ഒരു കാര്യവുമില്ലാതെയാണ് കൊടി പിടിച്ചിട്ടില്ല, ഇനിയിപ്പോ കൊടി ഞാൻ പിടിച്ചെന്ന് പറയും. ഒരു കാര്യവും ഇല്ലാതെയാണ് കയ്യും പൊക്കി ഇറങ്ങിയിരിക്കുന്ന സമരമൊന്നും പറഞ്ഞ്. അതിപ്പോ അവരുടെ ആ ഒരു മതത്തിന് ആ ഒരു മതമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്ന കേട്ടില്ലേ നിങ്ങൾ? ഒരു കാര്യവുമില്ല ഇപ്പം. കാരണം ആ വ്യക്തി പറയുന്നത് ഇപ്പൊ എന്താ, നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ചെയ്താൽ മതി. ഞാൻ പക്ഷെ അതിനും പറയുന്നില്ല, ചെയ്തോ നിങ്ങള്. പക്ഷെ ഇതിപ്പം അനാവശ്യമായിട്ടുള്ള നിങ്ങൾക്കൊരു റൂം വേണം, അതൊക്കെ ഒരിക്കലും ഇവിടെ ആർക്കും സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റത്തില്ല മക്കളെ. കാരണം അതൊരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ കോളേജുകളെല്ലാം ഇവർക്ക് ഒരു റൂം കൊടുക്കുന്ന കണക്കാൻ അമ്പലോ പള്ളി എല്ലാം വേണം. അങ്ങനെയാണെങ്കിൽ അത് പഠിക്കാൻ പോകുന്ന ഒരു സ്ഥലമല്ല, മതത്തിനെ വളർത്താൻ വേണ്ടി ഒരു സ്ഥലമായിട്ടേ ഞാൻ അതിനെ പറയുള്ളൂ. അതിന്റെ ആവശ്യം ഇല്ല. സീരിയസ്ലി അതിന്റെ ഒരു ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കുറെ പേര് ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ നോക്കുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് അവരുടെ കൈകളിൽ പോയി വീടരുത്. പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കുറച്ചൊരു 3 മണിക്കൂർ മുന്നേ ഒരു വാർത്തയാണ്. അതിനകത്ത് നിർമ്മല കോളേജ് കുട്ടികൾക്ക് തെറ്റുപറ്റി. മൂവാറ്റുപുഴയിലെ മഹല് കമ്മിറ്റി, അവിടുത്തെ മഹല് കമ്മിറ്റി എന്ന് പറയുന്നതാണ്, മനസ്സിലായല്ലോ. അവര് പറഞ്ഞിരിക്കുന്നതാണ് കുട്ടികൾക്ക് തെറ്റുപറ്റി, തെറ്റാണ് പറ്റിയിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ ഇത് ആരാണ് ആ കുട്ടികളെ, ഇല്ലെങ്കിൽ എനിക്കത് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. സെപ്പറേറ്റ് അതോ ഞാൻ പറയുന്ന ഒരു കാര്യം, ലൈക്ക് എൻ്റെ ഒരു ഇതിനകത്ത് കണ്ട എനിക്ക് തോന്നിയ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാര് കുട്ടികളെ വിളിച്ച് രാത്രി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ വീക്കെൻഡ്സിൽ വീട്ടിൽ വരുമ്പോൾ കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇത് പല രാഷ്ട്രീയ ചേട്ടന്മാരും ഇത് ചൂഷണം ചെയ്യും. പല മതങ്ങളും ഇതിനെ എടുത്തു വെച്ച് ആട്ടും ഈ ഒരു സ്വഭാവത്തെ. കാരണം അത് വളരെ മോശം ഒരു കാര്യമാണ് ഈ കുട്ടികൾ ഇപ്പം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർക്കൊരു ഇച്ചിരി അവരൊന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ അവർക്ക് സെപ്പറേറ്റ് കേരളത്തിലുള്ള ഓരോ കോളേജുകളിലും അപ്പൊ ചോദിക്കത്തില്ല അവിടുത്തെ കുട്ടികൾ, ഞങ്ങൾക്കും വേണം സെപ്പറേറ്റ് റൂം. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയാൽ അവിടെ അടുത്ത മതത്തിലെ കുട്ടികൾ വരും, ഞങ്ങൾക്ക് വേണം അമ്പലം. പിന്നെ ക്രിസ്ത്യൻ രൂപത ക്രിസ്ത്യൻ കുട്ടികൾ വരും, അവർക്ക് എല്ലായിടത്തും ഓരോ ചെറിയ കുഞ്ഞു ചർച്ച വേണം, ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം. അപ്പൊ അത് കോളേജ് അല്ല, മതം വളർത്താൻ വേണ്ടി ഒരു സ്ഥലം.
അതിന് നിങ്ങൾ പള്ളിയിൽ പോവും, ഇല്ലെങ്കിൽ പുറത്തത് അവിടെ പള്ളി ഉണ്ടല്ലോ, അവിടെ ചെല്ല്, മതം പഠിക്കുക, നല്ലതാ. പക്ഷെ ഈ പഠിക്കാൻ വരുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ വൃത്തികേടുകൾ, ദൈവം ഇത്രയും കാലം രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ല്. ഇതിപ്പോ മതം പറഞ്ഞ് വീണ്ടും, ഇതൊക്കെ പണ്ടുണ്ടായിരുന്നല്ലേ ഇതൊക്കെ, വീണ്ടും എന്താ അതൊക്കെ കുത്തിപ്പൊക്കി വരിക. ദൈവത്തെ ഓർത്ത് കുട്ടികളെ പ്ലീസ് എഡ്യൂക്കേറ്റ് ദം, നല്ല രീതിയിൽ മതം പറഞ്ഞു കൊടുക്ക്. മതം പറഞ്ഞു കൊടുക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. ആ മതം എവിടെയാണ്, എന്താണ് മതം എന്നുള്ളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദൈവം എന്താണ്, അത് അകത്തിരിക്കുന്നതാ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെ ചെയ്യാതെ വീട്ടുകാരോടാണ് ദൈവത്തെ ഓർത്ത കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. അല്ലാതെ ഇനി ഇവരെ ഇങ്ങനെ പ്ലീസ്, അവരെ ചൂഷണം ചെയ്യും. ചെറിയ രീതിയിലായിരിക്കത്തില്ല ഈ പ്രശ്നം വന്ന് എൻഡ് ചെയ്യുന്നത്. സോ എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ഇത്രേ തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോ ആരൊക്കെ ഇതിനകത്ത് വന്ന് കോലിട്ട് കിടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ ദൈവത്തെ ഓർത്ത് ചെല്ലരുത്. നിങ്ങളും കൂടെ അതിനകത്തോട്ട് പോയി ഇനി കോലിട്ട് ഇളക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കൈ നിൽക്കത്തില്ല. ഒരു കൂട്ടം അറിവില്ലാത്ത കുറെ കുട്ടികളുടെ കുറെ സോക്കേടായിട്ടും കണ്ടാൽ മതി. അത് വീട്ടുകാർ എഡ്യൂക്കേറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ആ കുട്ടികൾക്ക് എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്നിട്ടും മനസ്സിലാവാത്തവനെയൊക്കെ എന്നാ പറയണ്ടേ? അത് നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ ഇട്ട് പറഞ്ഞിട്ടൊന്നും അവരൊന്നും കണ്ടിട്ട് മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവരുടെ പാരന്റ്സിനോടാണ്. പ്ലീസ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക് മതം എന്താണെന്ന്, പ്രാർത്ഥന എന്താണ്, വിദ്യാഭ്യാസം എന്താണ്, ഇതൊക്കെ തരംതിരിച്ചൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നവരൊന്ന് ലൈക്കൊക്കെ ചെയ്യുക വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനും എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലുള്ള വിഷയങ്ങൾ സംസാരിക്കും. എനിക്കറിയില്ല എന്തോരം ആൾക്കാർ ഈ വീഡിയോ കാണുമെന്നൊന്നും. എനിക്ക് എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ആ കുട്ടികളിലൂടെ ഞാൻ നിൽക്കും. എപ്പോഴാണെന്ന് അറിയാവോ? ആദ്യത്തെ ആ ഒരു വീഡിയോ ക്ലിപ്പിലെ ഒരു കാര്യത്തിന്, അതായത് ഒരു സാറ് വന്ന് ക്ലാസ് റൂമിൽ നിസ്കരിക്കുന്നത് പറ്റത്തില്ല എന്ന് പറഞ്ഞതിനോട് ക്ലാസ് എടുക്കുന്ന സമയത്തോ ആ ഒരു ബ്രേക്കിൽ ആ ഒരു ടൈമിലാണെങ്കിൽ ഓക്കെ, നടക്കത്തില്ല, അതിനകത്തുണ്ട്. അതല്ലാതെ ഒരു ലഞ്ച് ബ്രേക്ക് ടൈം, വെള്ളിയാഴ്ച പുറത്തു പോകാൻ പറ്റില്ല, ഭയങ്കര മഴയും കാറ്റും, അപ്പുറത്തെ പള്ളിയിലാണെങ്കിലും പോകാൻ വയ്യ, ആ ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരു കുട്ടി നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചോട്ടെ. എന്താ നമുക്ക് നഷ്ടപ്പെടാനുള്ളത്? ഒന്നും നഷ്ടപ്പെടാനില്ല. അത് മനസ്സിലാക്കുക. അതിനകത്ത് ഞാൻ ആ കുട്ടികളുടെ കൂടെയാണ്. പക്ഷെ റൂം കൊടുക്കുന്നതിനകത്ത് നടക്കുന്ന കേസല്ല. അതൊക്കെ ചുമ്മാ പുറകിൽ നിന്നുള്ള കുത്തിത്തിരിപ്പാണ് ഈ പിള്ളേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതൊക്കെ നേരത്തെ ആ വാർത്തയിൽ പറയുന്നതാണെങ്കിൽ തന്നെ ഓരോ കോളേജും മക്കളെ ഒന്നും ചെറിയ പ്രശ്നമൊന്നും അല്ല. എന്താണെങ്കിലും എന്റെ ഒരു സൊല്യൂഷൻ ഇതാണ്. എനിക്ക് തോന്നിയ ഒരു സൊല്യൂഷൻ ലൈക്ക് ഈ ഒരു വിഷയത്തിൽ പാരന്റ്സ് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്കായിട്ട്, കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ കയ്യും പൊക്കി പിടിച്ച് ഇറങ്ങാതിരിക്കാൻ പറഞ്ഞു കൊടുക്കുക, പഠിക്കാൻ പറയുക. ഓക്കെ.